അതെ അതെ, അവർ അനൗൺസ് ചെയ്യാത്ത പക്ഷം നമ്മുടെ അനൗൺസ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും റിവ്യൂ ഒക്കെ എടുപ്പം. അല്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാനൊക്കെ ഇരുന്ന് ചെയ്യുന്നത് പെട്ടുപോയ അവസ്ഥയാണ്. ഇല്ല, എന്താ അറിയോ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് SNSF ഫിലിംസ് ഒരു സിനിമ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. തഗ് എന്നായിരുന്നു സിനിമയുടെ പേര്. അതിൻ്റെ റിലീസ് കഴിഞ്ഞു, അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയി. ഞങ്ങൾ OTT റിലീസ് നെക്സ്റ്റ് വീക്കിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ചിത്രം അനൗൺസ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പുതിയ സിനിമയിലേക്ക് കടക്കുകയാണ്. അടുത്ത മാസമാണ് ഷൂട്ട്. എക്സാക്ട് ഡേറ്റും പൂജാ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സഹകരണം എല്ലാത്തിനും ഉണ്ടാവുമെന്നറിയാം. ആ കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറക്ടർ ശ്രീ ബാലുനായർ സംസാരിക്കും. ഇതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുള്ളവരാണ് മീഡിയാസ് എല്ലാവരും എന്നറിയാം. ശ്രീ ബിപിൻ ബ്രോ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ഒരാൾ ഞങ്ങളുടെ സിനിമയുടെ ഒരു പാർട്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലുനായർ. ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടറാണ്. പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നുള്ള പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. ശ്രീ ജഗൻ ബാപ്പച്ചൻ ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കൂടാതെ അപ്പോൾ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ മീഡിയാസിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ ടീമിലെ വലിയൊരു ഗ്യാങ് പിന്നിലിരിക്കുന്നുണ്ട്. ശ്രീ സക്കറിയ, ശ്രീ CM ജോർജ്, ശ്രീ ദേവി പ്രസാദ്, അതുപോലെ തന്നെ ശരത്ത് പാലാട്ട്, ഞങ്ങളുടെ ആക്ട്രസ് ആതിര, ഫാമിലി, ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാളൂസ്, ഒപ്പം മീഡിയയുമായിട്ട് സഹകരിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. വരും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു പ്രസ് മീറ്റ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ പ്രസിനോട് സംസാരിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം രാജേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയൊരു അനൗൺസ്മെന്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ആയിട്ടല്ല നമ്മൾ ഇന്നൊരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു യൂണിവേഴ്സാണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 സിനിമകളുള്ള ഒരു ട്രൈലജി, അതായത് 3 സിനിമകൾ ഉള്ള ഒരു യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ യൂണിവേഴ്സാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വെഞ്ചറാണ്. അതിൽ 3 സിനിമകൾ. അതിൽ 1ാമത്തെ സിനിമയാണ് ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കുന്നത്. വീണ്ടും ഒരു കറക്ഷൻ കൂടുണ്ട്. പ്രതീക്ഷിക്കുന്നു എന്നുള്ളതല്ല, വിപിൻ ചേട്ടൻ നമ്മുടെ 3 സിനിമകളുടെയും ഒരു വലിയ ഭാഗം തന്നെയാണ്. രാജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഒരു എന്താ പറയുക, ഞാനെപ്പം സംസാരിച്ചാലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളും കൂടെ വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ പടത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ ഒരു യൂണിവേഴ്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും 3 സിനിമയിലും വിപിൻ ചേട്ടൻ്റെ പാട്ട് ഉണ്ട്. അതിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്ന സിനിമയിലായിരിക്കും വിപിൻ ചേട്ടൻ സെൻട്രൽ ക്യാരക്ടറിൽ എത്തുന്നത്. ബാക്കി ഇപ്പം അതിന്റെ റിലവൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതൊരു യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അറിയാലോ അതിന്റെ ഒരു ഇത്. പിന്നെ നമ്മുടെ പടത്തില് മറ്റ് കഥാപാത്രങ്ങളും മറ്റ് അഭിനേതാക്കളും പതുക്കെ നമ്മൾ റിവീൽ ചെയ്യാനുള്ള രീതിയിലാണ് പോകുന്നത്. എന്തായാലും ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പരിപാടിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന് നമ്മൾ പേര് ചെയ്തിരിക്കുന്നത്, അതിന് നമ്മുടെ LCU എന്നൊക്കെ പറയുന്നത് പോകുന്നില്ല. നമ്മൾ ഭൂത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാലൂസ് ഹൊറർ യൂണിവേഴ്സ് ട്രൈലജി. 3 പാർട്ടായതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഭൂത് എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് മൂവി, അതിന്റെ പേര് പറയാൻ ഇവിടെ ഞങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഞങ്ങളുടെ ബിപിൻ ചേട്ടനെ തന്നെ ഞാൻ നിയോഗിക്കുകയാണ്.
അപ്പോൾ നമസ്കാരം. വീണ്ടും ഒരു സിനിമയുടെ വെഞ്ചറുമായിട്ട് ഞാൻ പുതിയ കുറച്ച് സൗഹൃദമായിട്ട് കൂടിച്ചേരുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ്. അതിൽ ബാലു പറഞ്ഞ പോലെ, ബാലു എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ചേട്ടൻ ട്രയോളജിയാണ്, 3 സിനിമ ഒരുമിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ 3 സിനിമകളും. അതായത് ഓരോ സിനിമകളിലും അതിൻ്റെതായ കണക്ഷൻ ഉണ്ടാവും. അതിലെ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ടാവും, ഈ സിനിമയിലെ കണക്ഷൻ അടുത്ത സിനിമയിലുണ്ടാവും. അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കഥയുടെ രീതികളൊക്കെ കേട്ടു, രസകരമായിട്ടുണ്ട്. അപ്പോൾ ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂജ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഈ 3 സിനിമകളുടെയും ടൈറ്റിൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവരെന്നെ ഇവിടെ ക്ഷണിച്ചത്. അത് ഞാൻ ആദ്യത്തെ സിനിമ, ആദ്യത്തെ ഈ പറയുന്ന ഹൊറർ ബേസ് ചെയ്ത സിനിമയാണ്. ബൂത്ത് എന്നുള്ള ടൈറ്റിൽ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അത് ഫുൾ നെയിം പറഞ്ഞുകൂടി ബാലൂസ് ഹൊറർ യൂണിവേഴ്സ് ട്രയൽസ്. അതെ, അത് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ബാലുവിനെ എന്നെ പറയിപ്പിച്ചത്. അപ്പോൾ ആ ട്രയോളജിയിൽ ഞാനും ചെറിയൊരു പാർട്ടാവുകയാണ്. ചെറിയല്ല, അത്യാവശ്യം വലിയ പാർട്ട് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ സിനിമയുടെ പേരാണ്, അതൊരു വുമൺ ഓറിയന്റഡ് സിനിമയാണ്. അപ്പോൾ ഹീറോയിൻ ആയിരിക്കും ആ പടത്തിൽ പ്രാധാന്യം. ആ സിനിമയുടെ പേരാണ് തെക്കിനി. തെക്കിനിയാണ് ആദ്യത്തെ ഹൊറർ സബ്ജക്റ്റ് ആയിട്ട് ഇവർ യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയായിട്ട് പുറത്തിറക്കാൻ പോകുന്നത്. അതിന്റെ ഷൂട്ടാണ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സിനിമയിലാണ് ഇവരെ എനിക്കുള്ള, ഈ തെക്കിനിയിലും എൻ്റെ പാർട്ടുണ്ടാവും, രണ്ടാമത്തെ സിനിമയിലാണ് ഇവരെ എനിക്കുള്ള ലീഡ് റോള് വെച്ചിരിക്കുന്നത്. ആ സിനിമയുടെ പേരാണ് ഒരു ഗസറ്റഡ് യക്ഷി. അതൊരു ഹ്യൂമർ ഹൊറർ സബ്ജക്റ്റ് ആണ് അല്ലേ? അതൊരു ഹ്യൂമർ ഹൊറർ സബ്ജക്റ്റ് ആണ്. അടുത്തത് കുറച്ചും കൂടി ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്, മൂന്നാമത്തെ ഇവരുടെ ലാസ്റ്റ് എൻഡഡ് വേർഷൻ. അത് മറുതക്കാവ് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പൊ ഈ 3 സിനിമയും ഇദ്ദേഹത്തിന്റെ തലയിൽ, അതായത് ഈ കൺസെപ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ട്രയോളജി ഇറക്കാം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ബാലു പറയുകയും അതിനൊപ്പം നിന്ന ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതൊരു പുതിയൊരു അനുഭവമാവട്ടെ, മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു അനുഭവമാവട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളിലും പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവരും ഈ സിനിമയ്ക്കും എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ നമസ്കാരം. ഒരുപാടൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഫസ്റ്റ് മൂവി നിങ്ങളെല്ലാവരും കണ്ട് കാണും. നിങ്ങളെല്ലാം വന്ന പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണത്. ഇപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഒരു വെഞ്ചറാണിത്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സഹകരണം ആവശ്യമാണ് ആദ്യം. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഒരു പ്രതിനിധികളായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീം വർക്ക്, ഞങ്ങളൊരു 6 പേര് മെയിനായിട്ടും, പിന്നെ ബാക്കിയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ. അവരിപ്പോൾ ഇന്നിവിടെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ല ഒരു പടമായിരിക്കും. നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും, സിനിമകളായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥിരം ഹൊറർ മൂവിയുടെ ഒരു പാറ്റേൺ വിട്ടിട്ട് ഒരു പുതുമ നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമുക്ക് അതിന്റെ ടൈറ്റിൽ, തെക്കിനിയുടെ ടൈറ്റിൽ ഒന്ന് എല്ലാവർക്കും തെക്കിനിയുടെ ടൈറ്റിൽ എങ്ങനെയുണ്ട്? ഓക്കെ ആണ്. ഓക്കെ, അപ്പം ബാക്കി അനൗൺസ്മെന്റ്സും ബാക്കി ടൈറ്റിൽ റിവീലിംഗും എല്ലാം നമ്മൾ പതുക്കേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഒരു യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തെക്കിനി ആയതുകൊണ്ട് തന്നെ അതിന്റെ ടൈറ്റിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നത്. ഉടനെ തന്നെ പൂജ ഉണ്ടാവും. മറ്റ് കഥാപാത്രങ്ങളും അഭിനേതാക്കളും ആരൊക്കെയാണെന്നുള്ളത് പതുക്കെ നമ്മൾ ആ ഒരു ടൈം ഷെഡ്യൂൾസ് വെച്ചിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യുന്നുണ്ടാവും. ഈ എന്താ പറയുക, ഫസ്റ്റ് പടം തെക്കിനി എന്ന് പറയുന്ന സിനിമ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ്. അതിലും മലയാളത്തിന്റെ, ഇപ്പം അധികം പറയാൻ പറ്റില്ലെങ്കിലും മലയാളത്തിന്റെ
മുൻനിര നായകന്മാരിൽ ഒരാളുടെ ക്യാമിയോ സ്പെഷ്യലായിട്ട് ഉണ്ടാവും. ബിബിൻ ചേട്ടനെ എടുത്തു പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബിൻ ചേട്ടൻ മറ്റേതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന പോലല്ലേ, ഞങ്ങളുടെ സ്വന്തം ബിബിൻ ചേട്ടനാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ടീമാണ്. ഓക്കെ. ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണറിനെ കുറിച്ച് അറിയാലോ. ഈ ഹൊററിന് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ഈ 3 സിനിമകളും ഹൊറർ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്നതാണെന്നുള്ളതാണ് കോമൺ ഫാക്ടർ. പക്ഷെ അതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ലീഡ് വരുന്ന നമ്മുടെ ഒരു ഗസറ്റ് രക്ഷി എന്ന് പറയുന്ന സിനിമ ഒരു ഹൊറർ കോമഡി ജോണറിലാണ് വരുന്നത്. മർദ്ദക്കാവ് എന്ന് പറയുന്ന സിനിമ ഒരു പീരിയഡ് ഡ്രാമ പ്ലസ് ഹൊറർ എന്നുള്ള ഒരു ജോണറിലാണ് വരുന്നത്. അതേസമയം തെക്കിനി നമ്മുടെ ഫസ്റ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവൽ പ്ലസ് ഹൊറർ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. മലയാളത്തില് ഇതുവരെ നമ്മളൊരു ടൈം ട്രാവൽ മറ്റേ നമ്മുടെ സിജു വിൽസന്റെ പടം ടൈം ട്രാവലർ ആയിരുന്നു. പുഷ്പമാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഫസ്റ്റ് മൂവി നമ്മുടെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളൊരു അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ആദ്യ ടൈം ട്രാവൽ മൂവി ആയിട്ട് തെക്കിനി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതെ അതെ, അവർ അനൗൺസ് ചെയ്യാത്ത പക്ഷം നമ്മുടെ അനൗൺസ്മെന്റ് ആണ്. അതെ. അപ്പൊ ഇല്ല, തെക്കനിലെ എന്തായാലും ഒരു എന്താ പറയാ നായിക പ്രാധാന്യമുള്ള സിനിമയായിരിക്കും. മലയാളത്തിലെ പ്രഗത്ഭയായ പ്രമുഖയായ ഒരു നടി തന്നെയായിരിക്കും നായിക കഥാപാത്രം. ആ ഫീമെയിൽ സെൻട്രൽ ക്യാരക്ടർ ആരാണെന്നുള്ള നമ്മൾ പൂജയിലേക്ക് വെച്ചിരിക്കുകയാണ് റിവീൽ ചെയ്യാൻ. പിന്നെ മറ്റു കഥാപാത്രങ്ങളായിട്ട് ഒത്തിരി നമ്മുടെ ലീഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ അതിപ്പോ ഈ ഓരോന്നായിട്ട് നമ്മൾ ഒരു ഷെഡ്യൂൾ റിവീൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. 10ഓളം പുതുമുഖങ്ങൾ നമ്മുടെ ഈ ഒരു പലത് കാണുകയൊന്നുമില്ല. കണ്ടാ കണ്ടു. വേറെന്താണ് ഇവിടെ എനിക്ക് മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് പറ്റണില്ല. ബിബിൻ ചേട്ടന്റെ ക്യാരക്ടർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. ബിബിൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പേരായിരിക്കും. അതായത് ആ പേര് ഞാൻ ഇതുവരെ ബിബിൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബിബിൻ ചേട്ടനോട് ഞാൻ ക്യാരക്ടർ നെയിം പറഞ്ഞിട്ടില്ല. എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സർപ്രൈസ് എല്ലായിടത്തും കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ. കാണുന്ന ഓഡിയൻസിന് കിട്ടുമായിരിക്കും അല്ലേ? വൈകാതെ തന്നെ എന്തായാലും പൂജ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ പൂജയിൽ നമ്മൾ ആരാണ് അഭിനേതാക്കളെന്നും കൃത്യമായ ക്യാരക്ടേഴ്സിന്റെ പേരുകളും റിവീൽ ചെയ്യാന്നുള്ള ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾ എന്റെ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നത്. എ സർപ്രൈസ് അനൗൺസ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഇത് പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഇന്നലെ ഡിസൈഡ് ചെയ്തു. വളരെ തിരക്കിലിടയ്ക്കായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ അത്യാവശ്യം നിന്നിട്ടും ഇതിനുവേണ്ടി വന്ന് നമുക്ക് ഒരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ പോസ്റ്റർ റിവ്യൂവിന് വേണ്ടി മാത്രം വന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബാക്കി ഇവന്റ്സിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ആണ്. ആ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ഇവന്റ്സിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം, പൂർണ്ണമായ സഹകരണം വേണം. ഒട്ടും വൈകാതെ മേ ബി ഈ മാസം തന്നെ ഞങ്ങൾ ഒരു വലിയൊരു പൂജ പരിപാടിയായിട്ട് സംഘടിപ്പിച്ചിട്ട് ക്യാരക്ടേഴ്സും കൃത്യമായ ആക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തെക്കിരി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പോസ്റ്റർ റിലീസും പൂതെന്ന് പറയുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിന്റെ അനൗൺസ്മെന്റുമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതാണ് കേട്ടോ ശരിക്കും ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഹൊറർ യൂണിവേഴ്സ് വരികയാണ്, ഒരു 3 സിനിമ ഒരുമിച്ച് വരികയാണ്. അതിന്റെ കാര്യമില്ല, അതാണ് അതിന്റെ നമ്മുടെ ഇന്ന് വിളിച്ചതിന്റെ ഉദ്ദേശം. സതുദ്ദേശം അതാണ്. എനിക്ക് മലയാളത്തിലെ 3 സിനിമ ഒരുമിച്ച് അനൗൺസ് ചെയ്യുന്നതും അനൗൺസ്മെന്റ് ഈ ട്രയോളജി പോലെ വന്നിട്ടുണ്ടാവും. ബാലുവിന്റെ ശരിക്കും പറഞ്ഞ തുടക്കം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ശരിക്കും അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ അടുത്ത ഒരു 3 പടം ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും ഇപ്പം ആദ്യത്തെ പടത്തിൽ നിന്ന് അതായത് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് അനുഭവങ്ങളുടെ ഇതും ചില കൈപ്പേറിയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ശരിക്കും മലയാള സിനിമയിൽ ഇപ്പം ഒരു സിനിമ എടുക്കുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്? ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക,
എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ഹാർഡ് വർക്ക് എപ്പോഴും നമുക്ക് റിസൾട്ട് തരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ബിബിൻ ചേട്ടൻ. എല്ലാം ബിബിൻ ചേട്ടനിലേക്ക് പറയുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഈ കൂട്ടത്തിൽ എക്സാമ്പിളായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ബിബിൻ ചേട്ടൻ. ആ ഒരു ഹാർഡ് വർക്ക് ഞങ്ങളുടെ ടീം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ഞങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞങ്ങൾക്കുണ്ടായ പോരായ്മകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു ക്രിയേറ്റീവ് കോണ്ടന്റ് നമ്മൾ ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കും പോസിറ്റീവ്സ് മാത്രമായിരിക്കണം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. അത് ഇപ്പം എൻ്റെ ആദ്യത്തെ പടത്തിലും വന്നിട്ടുണ്ട്, തഗ്ഗിനും വന്നിട്ടുണ്ട്. നെഗറ്റീവ്സിൽ ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതിൽ കൺട്രോളെന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുകയും തിരുത്താൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്നാൽ ഒരു കാര്യമില്ലാതെ വിമർശിക്കുന്നവരുടെ അത് അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. പിന്നെ ബ്രോ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഗ്യാപ്പാണ്. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതിന് പുറകെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഇതിന് മുമ്പ് ഈ തഗ്ഗിനൊക്കെ മുമ്പ് ഈ സബ്ജക്റ്റിനെ പറ്റിയും ഇങ്ങനെ ഒരു ആശയത്തെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് മറന്നയാണ് ഇതിന്റെ മൂന്നാമത് വരാൻ പോണ സിനിമയാണ് ഞങ്ങൾ ആദ്യമേ ചിന്തിച്ചു വന്നിരുന്നത്. പിന്നെ അത് ഒരു യൂണിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു വന്നപ്പോഴാണ് മറ്റുള്ള ത്രെഡുകൾ വന്നതുമില്ല. അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെച്ച ശേഷം ഈ ഒരു യൂണിവേഴ്സിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ തഗ്ഗിന് ശേഷം ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ശരിക്കും എപ്പോഴും എന്ത് പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും കഥയിൽ ഉൾപ്പെടുത്തണം എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി വൈസ് ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കാം? ജോണർ തന്നെയാണ്. 3 സിനിമയുടെയും ജോണർ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര എപ്പോഴും നോക്കിയിട്ട് ഞാൻ പറയാം. ഹൊറർ കോമഡി ചേട്ടാ ഒന്ന് സൈലന്റ് ആക്കിട്ടാ പ്ലീസ്. ഓക്കെ, 3 സിനിമയുടെയും ജോണറുകൾ തന്നെയാണ് നമ്മളുടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം മലയാളത്തിൽ ഹൊറർ കോമഡി അല്ലെങ്കിൽ ഹൊറർ സബ്ജക്റ്റുകൾ തന്നെ വളരെ ചുരുക്കമാണ് സംഭവിക്കുക. ഹൊറർ കോമഡി എന്ന് പറയുന്നത് വല്ലപ്പോഴുമാണ് വരുന്നത്. അത് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. ഇതും അക്സെപ്റ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് മൂവിയെ സംബന്ധിച്ചിടത്തോളം ടൈം ട്രാവൽ എന്ന് പറയുന്നത് മലയാളികൾ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അല്ലെങ്കിൽ ഫാന്റസി സിനിമകൾ തന്നെ കുറച്ചാണുള്ളത് വരുന്നത്. അപ്പം അത് തന്നെയാണ് കഥയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന പുതുമ എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെന്റും പിന്നെയും പറഞ്ഞ പോലെ എന്താ പറയുക, അതിൻ്റെ ജോണറാണ്. ഇതുവരെ നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ട്. അത് ഓഡിയൻസിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ധ്യാൻ ചേട്ടൻ ഇതുവരെ ഓൺ ബോർഡ് ആയിട്ടില്ല. അതായത് ഞങ്ങള് കാസ്റ്റിംഗിലാണ്. അപ്പം ടെക്നിക്കില് ഞാൻ വലിച്ചിടാൻ സാധ്യതയുണ്ട്. ബിബിൻ ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടീം ഇവര് പറഞ്ഞ പോലെ 8 വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ആദ്യത്തെ സിനിമ ഇറങ്ങി. അപ്പൊ അതുപോലെ ഒരു ഒത്തിരി ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പരിധിവരെ ഇവര് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരോട് ഈ സഹകരിച്ചു തുടങ്ങുമ്പോൾ എത്രത്തോളം അതായത് അവരുടെ എഫേർട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇവര് മാത്രമല്ല ബ്രോ, സിനിമയായിട്ട് വരുന്ന എല്ലാ ആളുകളും കഷ്ടപ്പെടാതെ ഒരാൾക്കും ഒരു സിനിമ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്, കുഞ്ഞു കഷ്ടപ്പാടല്ല അത്. ഒരാൾ നമ്മൾ ഒരു കഥ നമ്മുടെ ഉള്ളിലായി അത് നമ്മൾ ഉറക്കമില്ലാതിരുന്ന് അത് എഴുതി ഫുള്ളാക്കി തീർത്ത് ഒരുപാട് ആളുകൾ വായിച്ച് കേൾപ്പിച്ച് ആർട്ടിസ്റ്റുകളുടെ പുറകെ നടന്ന് ഡേറ്റ് വാങ്ങി, അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്, അവരുടെ കുറേ പേരെ കൺവിൻസ് ചെയ്ത് അപ്പോൾ അവർ പറ്റില്ല ഇവർ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓടി 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 അതിനൊരു വലിയൊരു തപസ്യ തന്നെ വേണ്ടിയിട്ടുണ്ട് സിനിമ. ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കി അത് വിജയിക്കുകയോ ജയപരാജയങ്ങളല്ല. ഞാൻ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ജയപരാജയങ്ങളിലേക്കാൾ ഉപരി നമ്മുടെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങളെ നന്നായിട്ട് കവർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറി കാർഡ് തീർന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ കോമഡി പറഞ്ഞല്ല, പക്ഷെ നിങ്ങളത് മനഃപൂർവ്വം അല്ലല്ലോ, നിങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ മെമ്മറി കാർഡ് തീർന്നുപോയി. അത്രേ ഉള്ളൂ. ഇത് എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർന്നിരിക്കുകയാണ്. പക്ഷെ അതൊരു ഉദാഹരണം പറഞ്ഞാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരുടെ ലൈഫിലേക്ക് സ്വയം എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഇതാവും. ഇവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇപ്പം നമ്മൾ എന്നെയും വിഷ്ണുവിൻ്റെയൊക്കെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്ന പുതിയ ആളുകളാണ്.
പുതിയ ആളുകളാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് അഭിനയിക്കാൻ നോക്കും. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സജഷനായിട്ട് പറഞ്ഞു നോക്കും. അതിൻ്റെ കൂട്ടത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ നമുക്ക് ആർക്കും തോപ്പിക്കാനും പറ്റത്തില്ല, അല്ലേ? അവര് അത് എന്തൊക്കെ ആര് കുറ്റം പറഞ്ഞാലും അവ പണിയെടുത്തുകൊണ്ട് വിജയം കൊണ്ടിട്ടെന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ ടൈം ട്രാവല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത്. ശരിക്ക് വിജയന്റെ ഒരു ടൈം ട്രാവലില് ഒരു ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ ഈ ടൈം ട്രാവലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി പുറകെ പോകുന്നതെന്ന് പറയാം. അപ്പൊ അത് എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാമോ? അപ്പനുണ്ടായിരുന്ന കാലത്തേക്ക് തിരിച്ചു പോയാൽ നല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും ഞാൻ വളരെ 99, നിങ്ങൾക്കറിയാലോ, ഞാൻ ഓരോ കാര്യത്തിലൊരു പരാതി പറയാത്ത ആളാണ്. ഈ ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യവും വളരെ സന്തോഷത്തോടെ ബോണസായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഈ നിമിഷം പോലും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു, അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഇനി എൻ്റെ പുതിയ വീട് ഞാൻ ചേരാനുള്ളൊരു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരതാമസമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് അടുത്തപ്പോഴും ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് എൻ്റെ അപ്പനെയാണ്. അപ്പോൾ ആ അപ്പൻ്റെ ആ സമയത്തേക്ക് വന്നിരുന്നെങ്കിൽ അപ്പൻ ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പം ചെയ്തു കൊടുക്കുക. അതാണ് എൻ്റെ ടൈം ട്രാവലിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ ടൈം ട്രാവലർ ഇതാണെങ്കിലും സിനിമ ഞങ്ങൾ ആദ്യം മലയാളത്തിലെ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ റിലീസായിട്ടില്ല. സിനിമ റിലീസാവും. ഞാൻ വിഷ്ണുവും കൂടി ഒരു മരതകം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അത് ടൈം ലൂപ്പാണ്. അത് ആൻഡ്രോ ചേട്ടനൊക്കെ ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ സിനിമ എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം അത് കൊറോണ സമയമില്ലേ, ആ സമയത്ത് ചെയ്തതാണ് ഫസ്റ്റ് ടൈം ലൂപ്പ് പരിപാടി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന കുറെ അധികം താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ, അതായത് അമ്മ സംഘടനയിൽ വന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനാവശ്യമായ ചില വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിലവിൽ ശ്വേതാ മേനോനെതിരെ വരുന്ന ഈ ഒരു കേസിനെ വിജയന്റെ അഭിപ്രായം? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം എനിക്ക് തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഫേസ്ബുക്കിൽ വരുന്ന പ്രശ്നങ്ങൾ കാണാനോ തീർക്കാനോ എനിക്കൊരു സമയമില്ല. ഞാൻ ഒരാളുടെ കൂട്ടി അഭിപ്രായം പറയില്ല. മറ്റവർ ഭയങ്കര ഓവറാണ്, അവർ ഫുൾ ഇതാണെന്ന് പറഞ്ഞാൽ ഞാനത് കാണാറില്ല. എനിക്കത് അറിയണ്ട. ആരും ഇവിടെ പോയി ടൂർ പോയാലും എനിക്കത് അറിയണ്ട. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രം ആവുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പൊ അത് കൃത്യമായി ചെയ്തതാണ് 3-4 സിനിമകളിലൂടെ ശ്വേതാ മേനോൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ആ നാളെ ഒരു സുപ്രഭാതത്തില് ബിബിൻ ചേട്ടൻ ഒരാളെ കൊത്തിക്കൊല്ലുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ നാളെ അത് ബിബിൻ ചേട്ടൻ എന്താ ഒരു കൊലപാതകയാണെന്നും പറഞ്ഞിട്ട് കോടതി കേസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? ഇതിനെപ്പറ്റി നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ സംസാരിച്ച പോലെ ടൈം ട്രാവൽ ചെയ്ത് പോകും ഞാൻ. കറക്റ്റാ. ബേസിക്കലി ഞാൻ സീരിയസ് ആയിട്ട് വരിക. നിങ്ങൾ ഇനി എന്തോരം എന്നോട് കുത്തി ചോദിച്ചാലും ഞാൻ ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസിൽ ഞാൻ ഇടപെടുത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിന് ഈ പറയുന്ന ഒരാഴ്ചയിലുള്ള ഇതിൻ്റെ ആയുസ് അല്ലേ? നിങ്ങളിപ്പോൾ എന്ത് ചോദിച്ചാലും ഈ കാരണം 15-ാം തീയതി പോയി ഞങ്ങൾ വോട്ട് ചെയ്യുന്നിടത്ത് പരിപാടി കഴിഞ്ഞു. അപ്പൊ വീണ്ടും ആ ഒരാഴ്ചത്തെ ഉത്തരത്തിന് വേണ്ടിയിട്ട് എന്നെ എറിഞ്ഞിട്ട് കൊടുക്കണ്ട. പ്രതികരിക്കുന്നില്ല എന്നും ഒരു വളരെ നല്ലത്. രക്ഷപ്പെട്ടു. അവനോട് എന്ത് ചോദിച്ചിട്ട് കാര്യമുണ്ട്? അവന്റെ വായി കിട്ടിയാലൊന്നും പറയില്ല, അവൻ പ്രതികരിക്കുന്നില്ല. കട്ടയില്ലാത്തവെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷം. കഴിഞ്ഞില്ലേ? മാത്രമല്ല പറഞ്ഞത്, കാരണം നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോ നിലപാട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നിലപാട് എന്നുള്ളത് നമുക്ക് ഉണ്ടായാൽ മതി. നമ്മളെല്ലാവരോടും വിളിച്ചു പറയാവുന്ന ഒരു നിർബന്ധമില്ല. രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, അത് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് എൻ്റെ നിലപാടുണ്ട്. ഈ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് എൻ്റെ ഉത്തരങ്ങളുണ്ട്. എല്ലാം എന്നെ എന്തുകൊണ്ടും പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഈ
ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ 3 സംഘടനകളിൽ നിന്നും ഞങ്ങൾ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് കിട്ടുന്ന സപ്പോർട്ട് വലുതാണ്, വലിയ സപ്പോർട്ട്. ഞങ്ങളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേംബറിലേക്ക് എഴുതുന്നത്. ചെന്ന ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാങ്കേതികമായ ബുദ്ധിമുട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സജി സന്ധ്യാട്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചേംബറിന്റെ സെക്രട്ടറിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തുടക്കക്കാരാണ്, കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു മേഖലയിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് സിനിമ പാരമ്പര്യമില്ല, പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല, ചെറിയ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടീം ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം കാണിച്ച ഈ ഇലക്ഷൻ തിരക്കിനിടയ്ക്കും ഓഫീസിലെത്തി എടാ എന്നത്തേക്കാണ് ഞങ്ങളൊരു അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ തന്നെ ഒരു ഫിലിമിന്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും ബാക്കി 2 എണ്ണത്തിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു നോക്കുകയും അവർ പറഞ്ഞത് തുടർച്ചയായ സിനിമകൾ ചെയ്തവർക്കാണ് 3 സിനിമ അനൗൺസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സത്യത്തിൽ എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുക ചെയ്തതെന്നാണ് സത്യസന്ധ്യയായിട്ട്. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അമ്മ സംഘടന എന്നാലും ഏത് നടീനന്മാർ വേണേലും അവരുടെ സംഘടനയോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളടുത്തായിട്ടൊന്നും കാണിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്ക് എല്ലാ സംഘടനകളും വേണം, എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം, എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. ഈ പ്രശ്നങ്ങൾ ബിപിൻ ബ്രോ പറഞ്ഞ പോലെ കാലാകാലങ്ങളിൽ വരും, ഒരാഴ്ച ഒരു സംസാരം ഉണ്ടാവും, അതങ്ങോട്ട് പോകും, അടുത്ത വിഷയം വരും, അതിന് പിടിക്കും, ഇത്രേ ഉള്ളൂ. കഴിവതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ പ്രതികരണങ്ങൾ ഒഴിവായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അമ്മയുടെ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ഇതിൽ നടക്കുന്ന പണ്ട് തുടങ്ങി നമ്മുടെ ഓഡിയൻസിന് കിട്ടുന്ന അമ്മയും എന്താണ് അവിടെ സംഭവം അയൽക്കൂട്ടാണോ? ഓഡിയൻസിന് കിട്ടുന്നതും ഇവിടുത്തെ പ്രേക്ഷകർക്ക് കിട്ടുന്നതും അമ്മയെ പറ്റിയുള്ള ധാരണയും അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടുത്തെ ഒരു മെമ്പറായ രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേ അവിടെയുള്ള ഒരുപാട് കലാകാരികൾ അവിടെ വർക്കുള്ളവർ എത്ര പേരുണ്ടെന്നുള്ളതല്ല, അവിടെ വരുന്ന ഒരുപാട് ആളുകൾ ഈ അമ്മ നേരിട്ട് സഹായിക്കുന്നത്, നേരിട്ട് കാണുന്ന ആളാണ്. എനിക്കത് മാത്രം അറിയാം. ഒരുപാട് ഇപ്പോൾ ഉള്ള കലാകാരന്മാര് നേരത്തെ ഉണ്ടായിരുന്നവരെ ഒരുപാട് സഹായങ്ങൾ, അതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും അവർക്ക് മാസം മാസം കിട്ടുന്ന കൈനീട്ടമാണെങ്കിലും അത് വെച്ച് മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ. ഞാൻ ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ അതിൻ്റെ കാണുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും കാണാൻ പാടില്ല. ഞാൻ കാണുന്നത് ഇതാണ്. അവിടുത്തെ ഒരു നന്മ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കലാകാരന്മാരും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ കാഴ്ചയിൽ അമ്മ. നമ്മൾ തെക്കിനിലേക്ക് തിരിച്ചു വന്നാലോ? ഞങ്ങൾ സത്യത്തില് മറുത എന്ന് പറയുന്ന ഒരു വലിയ ചിത്രത്തിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയായിട്ട് കൂടിയ സംഘമാണ് ഞങ്ങൾ. ഒറ്റവാക്കിൽ പറഞ്ഞ മറുത എന്നുള്ള സിനിമ എന്ന കൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അതിൽ നിന്ന് ഈ പറയുന്ന പോലെ ടൈം ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് ഈ ഒരു ഗസറ്റ് രക്ഷയും തെക്കിനിയും. അതിന് മുമ്പ് ഞങ്ങൾക്കൊരു എൻട്രി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ പ്രൊഡക്റ്റ് ആയിരുന്നു തഗ്ഗെന്ന സിനിമ. അത്രേ ഉള്ളൂ. അപ്പൊ അതിനൊരു വലിയൊരു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായി സേഫ് ആയതുകൊണ്ടാണ് അടുത്ത സിനിമയിൽ കിടക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. കോടികൾ വലിയെന്നല്ല, ഞങ്ങൾ സേഫാണ്. അതുകൊണ്ട് ആ പ്രൊഡ്യൂസേഴ്സ് തന്നെ തുടർച്ചയായി 3 സിനിമകൾ ചെയ്യാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ബിപിൻ ജോർജ് സംസാരിച്ചപ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും, എല്ലാ ചിത്രങ്ങളിലും സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. കഥകൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സിദ്ദിഖ് സാറുണ്ട്, ഓഫ് കോഴ്സ് സായി ചേട്ടനും ബിന്ദു ചേച്ചി, അങ്ങനെ കുറെ അധികം, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട മറ്റേറെ നടന്മാരൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ട് ഇവരെല്ലാവരും കഥ കേട്ടിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. പല പേരുകളും മൈക്ക് മേടിച്ചത്. ചെറിയ സ്കെയിലിൽ വരുന്ന പടങ്ങള് അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ റിവ്യൂസ് ആണെങ്കിൽ പോലും എന്താ പറയുക നെഗറ്റീവ് പറയാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ തെക്കിനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഇവര് ഇല്ല, എനിക്ക് വെടിക്കെട്ടോട് കൂടി അതൊക്കെ പോയി. റിവ്യൂവേഴ്സ് എനിക്ക് ഇപ്പോൾ അവർ റിവ്യൂ പറഞ്ഞ സിനിമകളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവരൊരു ജോലിയാണെന്ന് മാത്രമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. അവരെ കുറ്റം പറയുന്നില്ല, അവരവരുടെ ജോലി മനസ്സിലായില്ല. അത് അവരവരുടെ ജോലി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യും, അതിന് വേണ്ടിയിട്ട് നിൽക്കും. ഇപ്പോൾ എത്ര നെഗറ്റീവ് പറഞ്ഞ എത്രയോ സിനിമകൾ ഇപ്പം എനിക്ക് തോന്നുന്നു സുമതികളൊക്കെ നന്നായിട്ട് പോവല്ലേ, പ്രിൻസ് ആൻഡ് ഫാമിലി പോയി, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു അത് അവരെ കുറ്റം പറയില്ല, അത് അവരുടെ പ്രൊഫഷണലാണ്. അവരെ ചെയ്തോട്ടെ, ഞങ്ങളുടെ പ്രൊഫഷണൽ ഇതാണ്, ഞങ്ങൾ ഇത് ചെയ്യുന്നു,
ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലേ വിമർശകരുള്ളൂ, ഇല്ലെങ്കിൽ ആർക്കും ജോലി ഉണ്ടാവില്ലേ. അതാണ് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുന്നു. നീ ഹാപ്പിയല്ലേ? ആ മതി. വിപിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ചേട്ടൻ എന്താണ് എത്രയോ സിനിമ കഴിഞ്ഞിട്ടാണ് വിപിൻ ചേട്ടൻ വെടിക്കെട്ടിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഡോസ് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. ഇപ്പം വിപിൻ ചേട്ടൻ പറഞ്ഞാൽ അവരുടെ ജോലിയാണ്, എടുത്തോട്ടെ. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മള് ഒരാൾ സിനിമ കാണുന്നു, അയാളോട് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസിറ്റീവ് പറയാം, നെഗറ്റീവ് പറയാം. പിന്നെ ഒരു ഇത് വിഷമം ഉള്ളത് വെച്ചാൽ ഇച്ചിരി സഭ്യമായ ഭാഷയും പറയാം. ഇപ്പം ഞാനും പണ്ട് അറിയാമെന്ന് അറിയത്തില്ല, പെണ്ണിപ്പിച്ചു കൊടുത്തിരുന്നു. ഞാനും പണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെച്ചാല് അങ്ങനല്ല, പെയ്ഡ് ആയിട്ടൊന്നും അല്ല, ഒന്നുമില്ല. ഞാൻ യൂട്യൂബിൽ അമരബ്രന്തുടിനെ വിമർശിച്ചത് അമരബ്രന്തോടി ആരെങ്കിലും വിമർശിക്കണം. അല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ലെവലിൽ താഴേക്ക് പോയിട്ടില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എനിക്കതിനെ കിട്ടിയത് അറിയാമല്ലോ. പിന്നെ വളരെ പേഴ്സണൽ വാക്കൊക്കെയാണ് ഈ പറഞ്ഞ ഒരു പ്രമുഖനായ റിവ്യൂർ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊക്കെ. നമുക്കതൊന്നും വിഷയമില്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുമ്പം നമ്മുടെ സിനിമയെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞേ ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവില്ല. നമുക്കൊരു വിഷമം ഉണ്ടാവും, ഒരു നേരത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ്. എന്തായാലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അവര് ആദ്യത്തെ പടം കൊണ്ട് സേഫ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അവർ വീണ്ടും ഒരു സിനിമ ചെയ്തില്ല എന്ന് പറയാം, 3 സിനിമ അവരെന്തായാലും ഏറ്റെടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ക്ഷമൊക്കെ ഉണ്ട്, പോകെ പോകെ എനിക്ക് ഒരു കാര്യത്തില് ചേട്ടാ, അല്ല എനിക്കിനി ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താണ്ടായിരുന്നു. നേരത്തെ ധ്യാൻ ചേട്ടന്റെ ചോദ്യം ചോദിച്ചല്ലോ. അപ്പോ ചേട്ടാ ധ്യാൻ ചേട്ടൻ പാവുണ്ട്, വലിയൊരു റൈറ്റ് സ്കെച്ചും കിടക്കായിരുന്നു. ഉജ്ജ്വലൻ റിലീസ് നിൽക്കുകയായിരുന്നു. ഈ ഇതിനൊട്ടയ്ക്കെന്ന് ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഇപ്പൊ പടം ഇറങ്ങി കഴിഞ്ഞാൽ പറയാം, വിക്ടിമാണ് പടത്തിൽ. ഈ ഒരു ക്രൈം നടക്കുന്നു, ഒരു കൊലപാതക കേസാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹം വരുന്നു, ഒരു ദിവസം രാവിലെ തൊട്ട് എഫേർട്ട് ഇടുന്നു, വൈകുന്നേരം വരെ. ഒരു ദിവസം ചേട്ടാ 4 സീന് 4 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ 4 ഓട്ടം, അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോയിട്ട് ഫോട്ടോ ആയിട്ട് മാത്രമാണ് ധ്യാൻ ചേട്ടൻ അഭിനയിച്ചതെന്നാണ് ഒരു റിവ്യൂർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ അറിയാം, സിനിമയെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഇൻട്രോ ചോദിച്ചോണ്ട് പറയാം, കറക്റ്റ് ഉള്ള കാര്യം മാത്രം പറയാം. പടം ഇഷ്ടപ്പെട്ടില്ലേ, പടത്തിന്റെ ക്വാളിറ്റി മോശമാണോ, പടം മോശം സിനിമയാണോ, പടത്തിന്റെ കഥ കൊള്ളത്തില്ലേ, എന്ത് വേണേ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്തത് പറയുന്നത് ഫോട്ടോ ആയിട്ട് മാത്രമാണ് അഭിനയിച്ച ആ മനുഷ്യൻ ഒരു ദിവസം, അതായത് ശ്രീനിവാസൻ സാറിന്റെ മകനാണെന്നുള്ളതിന്റെ അപ്പുറം ധ്യാൻ ചേട്ടൻ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു പ്രസ് മീറ്റിൽ ഇവിടെ ധ്യാൻ ചേട്ടനില്ല, ധ്യാൻ ചേട്ടനും ഈ യൂണിവേഴ്സായിട്ട് വന്നില്ല, പേര് വന്നില്ലേ, ചോദ്യം വന്നില്ലേ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രൊഫൈലിനെ നമ്മൾ എന്താ പറയാ അപമാനിക്കുന്ന പോലെ ആകുന്നത്. അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മോശം റിവ്യൂ ഇടുന്ന ഈ പറഞ്ഞ റിവ്യൂവർ നല്ലൊരു സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഡിറ്റക്റ്റീവ് ജോലി ഇറങ്ങിയപ്പോൾ എന്ത് പറ്റി 10 ദിവസം കാത്തിരിക്കാൻ റിവ്യൂ ഇടാൻ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അത് അവരുടെ ജോലിയാണ്, അത് അവരാ ജോലി ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിനകത്താണ് ക്ലാരിറ്റി. പിന്നെ ഇത് നിങ്ങൾക്ക് നാണമില്ലേ, ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ എടുക്കാൻ? കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ എല്ലായിടത്തും കേരളം മുഴുവൻ ഒറ്റ സീനിലേ ഉള്ളൂ ലാലേട്ടൻ. ആണോ? കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലാലേട്ടൻ കൂടെ ഫോട്ടോ എല്ലായിടത്തും കൊണ്ടുണ്ട്. ഒരു സിനിമയുണ്ട് ലാലേട്ടൻ. ഞങ്ങൾക്ക് ലാലേട്ടനെ കിട്ടിയില്ല. ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഏറ്റവും നല്ല കോളേജുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂണ്ട് ധ്യാൻ ചേട്ടനെ കിട്ടി. ഞങ്ങൾ പോസ്റ്ററിൽ വെച്ച് ഇത് എല്ലാ കാലത്തും മലയാള സിനിമയിൽ നിന്നുള്ളതല്ല, എല്ലാ സിനിമാ മേഖലകളിലും സംഭവിക്കുന്ന കാര്യം. ഈ പറഞ്ഞ റിവ്യൂറിന്റെ തമ്മിൽ അദ്ദേഹം പറയുന്നു ധ്യാൻ ചേട്ടൻ പടത്തിലില്ല. പിന്നെ എന്തിനാ തമ്മിലിനകത്ത് പുള്ളിയുടെ ഫോട്ടോ വെച്ചേ? മാർക്കറ്റ് ചെയ്യാനല്ലേ, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ? വെറുതെ വീട്ടിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന അദ്ദേഹത്തിന് അത് വെക്കാമെങ്കിൽ ഞങ്ങൾ റെമ്യൂണറേഷൻ കൊടുത്ത് ഞങ്ങളുടെ സിനിമയിൽ വന്ന് മനസ്സോടെ എഫേർട്ട് ഇട്ട് അഭിനയിച്ചിട്ട് പോയ ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ ഫേസ് ഞങ്ങൾക്ക് പോസ്റ്റ് വെച്ചു കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ പിന്നീട് പറഞ്ഞ പോലെ വെടിക്കെട്ട് കൊണ്ട് ശീലമായില്ലെങ്കിൽ പോകെ പോകെ ശീലമായിക്കൊള്ളു എന്ന് പറയുന്ന പോലെ ഇത് ഇതിന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും റിവ്യൂ ഒക്കെ എടുപ്പം അല്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു അല്ലേ? എനിക്കൊന്നും അറിയാതെ ഞാൻ പെട്ടുപോയ അവസ്ഥയാണ്. ഇല്ല, എന്താ അറിയോ ചേട്ടാ, സജഷൻ ഇല്ലേ നമ്മുടെ വെടിക്കെട്ടിന്റെ ആർട്ട്. ഞാൻ ഡൽഹിയിലായിരുന്നു നമ്മുടെ വെടിക്കെട്ട് ഇറങ്ങിയപ്പോൾ. ഞാൻ അവിടെ പോയി പടം കണ്ടു.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് പാട്ട് കാണാൻ എനിക്ക് ഭയങ്കര കണക്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഗംഭീര വർക്കാണ്. ഞാൻ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടാ അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ഈ ലിങ്ക് ഇട്ട് വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് വെടിക്കെട്ട് റിലീസ് പ്ലാൻ ഉണ്ടോ? ഇല്ല, ആ ടോപ്പിക്കാണ് ചോദിച്ചപ്പോഴത്തേക്കും കണക്ട് ചെയ്ത്. അപ്പോൾ ടെക്കിനിയുടെ പൂജ ഉടനെ ഉണ്ടാവും. ടെക്കിനിയുടെ അനൗൺസ്മെന്റുകൾ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കുറച്ച് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ അവരെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാം. കൂടെയുള്ളവരല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവനിത് ചോദിക്കാൻ കാത്തിരിക്കരുന്ന് പറയുന്നത്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.